ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മളൊരു ബസ് എടുക്കാൻ പോവുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് ബസ് എടുക്കുന്നത്. അപ്പോൾ അവനിപ്പോൾ വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വരികയായിരിക്കും. എൻ്റെ കൂടെ ഇവിടെ നിന്നോന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ട്രോപ്പിക്സ് എന്നാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ അവനിപ്പോൾ എത്തിയിരിക്കും. അവൻ എത്തിയിട്ടുണ്ട്. അവന് നമ്മുടെ ഡോഡ്ജ് എടുത്താണ് വന്നത്. ഇത് അവിടെ ഉണ്ട്, നല്ല കറുത്ത ഡോഡ്ജാണ് അവൻ്റെത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഞാൻ ആദ്യമായിട്ടാണ് ഡോഡ്ജ് കയറുന്നത്, അതുകൊണ്ട് എൻ്റെ കൂടി സീറ്റ് മാറിപ്പോയി. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ അവിടെയാണ് പോയത്. പിന്നെയാണ് മനസ്സിലാകുന്നത് ലെഫ്റ്റ് സൈഡിലാണ് പാസഞ്ചേഴ്സിന് ഇരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കാറിൻ്റെ. എടാ, അപ്പോൾ നമ്മൾ പോവല്ലേ അങ്ങോട്ടേക്ക്. ഇപ്പോൾ എൻ്റെ അഭിപ്രായം എന്താ? ബസ് എടുക്കുന്നതിൽ വേഗം വിട്ടോ, അവരവിടെ ഇപ്പോൾ പോകുന്നാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം എന്താ ബസ് എടുക്കുന്നതിൽ? നല്ല അഭിപ്രായം ബസ് എടുക്കുന്നതിന്. നമുക്കിപ്പോ ടൂറൊക്കെ പോകണ്ടേ, ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ? ബസ് എടുത്തിട്ട് പണിയുന്നുണ്ടോ ബസ്? ബസ് പണിയാണ്ടോ? ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ബസ്സാണ് പണിയുന്നത്. ബസ് വാങ്ങുക, ബസ് പണിയുക, എന്നിട്ട് നമ്മൾ വന്ന് എടുത്തിട്ട് കണ്ടീഷൻ നോക്കിയിട്ട് നമ്മളൊരു ടൂറ് ഉറപ്പായിട്ടും ഒരു ട്രിപ്പ് ഉറപ്പായിട്ടും നമ്മൾ പോയിരിക്കും. എവിടെയാ പണിയാൻ കൊടുക്കുന്നേ? നമ്മളെ സ്ഥലത്തേലോ? എവിടെയാ സ്ഥലല്ലേ? എന്നാ ഇവിടെ ഞാൻ പാർക്ക് ചെയ്യട്ടെ വണ്ടി. എടാ, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യണ്ട, നമുക്ക് അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഇതിൻ്റെ മുൻവശത്ത് പാർക്ക് ചെയ്യാം. അതാണ് കുറച്ചുകൂടി ഇതാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് മുമ്പിൽ പാർക്ക് ചെയ്താലോ? ആയിക്കോട്ടെ, നമുക്ക് മുമ്പ് പാർക്ക് ചെയ്യാം. എന്നാലേ മുമ്പിലോട്ട് വിടല്ലേ? ബസ് മുമ്പിലുള്ളത്. ബസ് മുമ്പിലുള്ള, ഇനി മുമ്പിലോട്ടേക്ക് പോ. പോട്ടെ, ഇവിടെയൊക്കെ റെഡിയാണ്. പോട്ടെ, എടാ മുമ്പിലോട്ടേക്ക് പോട്ടെ. തിരക്ക് പിടിക്കല്ല, ഞാനിപ്പോ പോവുക. അവിടെ നിന്ന് വളയ്ക്കണ്ടേ? നീ പറയുമ്പോഴേക്കും പോവാനാവോ? അവിടെയല്ലേ പാർക്ക് ചെയ്യണ്ടേ? നമുക്ക് അങ്ങോട്ടേക്ക് വിടാം. ബസ്സിനൊന്ന് കാണണം ഫസ്റ്റ് തന്നെ. ഇവിടെ പോരെ? ഇവിടെ പോരെ? ഇവിടെ മതി. ഇതാ നമ്മളെ ബസ് ഇതാ ഇവിടെ. ഓക്കെ, ഇനി വേഗം വാട്ടോ, അവിടെ പാർക്ക് ചെയ്തിട്ട്. ഞാനിപ്പോൾ വരാടാ, ഒന്ന് വണ്ടി പാർക്ക് ചെയ്യട്ടെ. അല്ല, പാർക്കിംഗ് സ്പോട്ട് നോക്കി പാർക്ക് ചെയ്തിട്ട് ഇപ്പം വരാം. എടാ, ഇനി എത്ര നേരമായി പാർക്ക് ചെയ്യാൻ പോയിട്ട്? എന്തെങ്കിലും വരുമോ? ഞാൻ എത്ര നേരമായി ഇവിടെ നിൽക്കുന്നത്? ഒന്ന് വേഗം വാ. എന്താ തിരക്ക് പിടിക്കല്ലേ? ഞാനിപ്പോൾ വരാം. പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഓടിയെത്തും. വാ. നീ ബസ് കണ്ടിക്കോ? ബസ് എങ്ങനെയുണ്ട് പറ. മോനെ, ബസ് കിടിലായി. കിടിലൻ ബസ്. AC ബസ്. AC ഉണ്ടോ ബസ്സിൽ? നമുക്ക് ഇത് മോഡിഫിക്കേഷൻ ചെയ്യണ്ടേ? പിന്നെ മോഡിഫിക്കേഷൻ ചെയ്യണ്ടേ എന്നാ പറയുന്നത്? നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കണം. ഇനി പോയിട്ട് വണ്ടീൻ്റെ കീ എടുത്തിട്ട് വാ. ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണ്ടേ വണ്ടി എടുക്കുന്നേരോ? ആടാ, ഞാൻ വണ്ടീൻ്റെ കീ എടുക്കാൻ പോവുക. ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. വേഗം പോയി എടുക്കുന്നാല്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി പണിയാൻ കൊടുക്കണ്ടേ? പൈസയൊക്കെ കൊടുത്തതാ? പൈസയൊന്നും കൊടുത്തിക്കില്ല. ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് കൊടുത്താൽ പോരെ? അതല്ലേ നല്ലത്. ഇപ്പോൾ വേഗം പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഹലോ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ് വണ്ടി. നിങ്ങൾ വണ്ടി കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടി ഇതാണ് കേട്ടോ. അത്യാവശ്യം കിടിലൻ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ AC ഒക്കെ ഉണ്ട് ബസ്സിൻ്റെ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. എടാ, ഞാനേ ബാക്കിൽ ഇരുന്നാ പോരെ? ബാക്കിൽ സൈഡ് സീറ്റിലിരിക്കാൻ. ഇനി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോ? ഇനി എവിടെയാ ചേരുന്നു? അത്ര സ്ഥലമുണ്ട് ബസ്സിൽ. നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള എടുത്തിരുന്നോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനെ എടുത്തിട്ടുണ്ട്. വണ്ടി റോഡുമ്മിലോട്ടേക്ക് ഇറക്കുകയാണ്. വണ്ടി ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതിലോടി പോയിട്ട് പിന്നെ ഉള്ളിലോട്ടേക്ക് കയറിയിട്ട് നമുക്ക് വണ്ടീൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ട് വണ്ടി നമുക്ക് പണിയാൻ കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത്. പൈസ അവർ പറഞ്ഞത് 50 ലക്ഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവൻ്റോട് ചോദിക്കാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ എന്ന്. നീ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ?
എന്താ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ്ട എനിക്ക് മാത്രം ചെയ്താൽ മതി പിന്നെ ഞാൻ എന്തിനാ വന്നേ? ഇനി പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി തിരിച്ച് വെക്കിട്ടോ. ഞാനപ്പോഴത്തേക്ക് പൈസേൻ്റെ കാര്യമൊക്കെ ചോദിക്കട്ടെ, എൻ്റെ ഉള്ളിലോട്ടേക്ക് കയറട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ മാനേജർ ഇല്ല എന്നാണ് തോന്നുന്നത്. പൈസ ഗൂഗിൾ പേ അയക്കേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ പുറത്തെത്തിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്കാണ് ഇനി കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോവുകയാണ്. അവൻ വണ്ടി തിരിച്ച് വെച്ചിരിക്കുന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടിയൊക്കെ നീറ്റായി തിരിച്ച് വെച്ചിട്ടുണ്ട്. അവൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ അകത്ത് കയറിയിട്ട് നേരെ മോഡിഫിക്കേഷൻ്റെ അവിടത്തേക്ക് പോവാം. ഇതിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറാം കേട്ടോ. അപ്പോൾ അവനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എടാ, അപ്പോൾ ഉള്ളിലോട്ടേക്ക് കയറിയല്ലേ? വാ കയറ്, ഞാൻ ഡ്രൈവ് ചെയ്യാം വണ്ടി. കയറിയില്ലേ? പോവാ. അപ്പോൾ നമ്മളിനി എനിക്ക് ഷോപ്പ് എവിടെയാണെന്ന് അറിയുമല്ലോ. നമ്മൾ പോവല്ലേ അങ്ങോട്ടേക്ക്. അപ്പോൾ നേരെ വിടല്ലേ. അപ്പോൾ ഇവിടെ അടുത്താണെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ സൈഡിൽ ബീച്ചാണ്. അപ്പോൾ എത്തിയെന്ന് തോന്നുന്നു. ഇതാണെന്ന് തോന്നുന്നു. എടാ, ഇതല്ലേ ഷോപ്പ്? എടാ ഇത് തന്നെയാ ഷോപ്പ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഓൻ പറഞ്ഞത് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് അവിടെ തന്നെ കൊടുക്കാമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ വണ്ടി തട്ടും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് നിർത്താം. ബസ്സല്ലേ, അതുകൊണ്ട് പുറത്ത് നിർത്താം. ഒരു ഉള്ളിലോട്ട് കയറ്റി സെറ്റാക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു ഇവിടെ ആയിട്ട് നിർത്തിയിടാം. അപ്പോൾ നമുക്ക് ഇനി പരിപാടിയൊന്നുമില്ല. ഞാൻ എൻ്റെ ഡോഡ്ജ് പോയി എടുക്കണം. എന്നിട്ട് വീട്ടിലേക്ക് സിറ്റിയിൽ പോയിട്ട് വരണം. അതാണ് പരിപാടി. പിന്നെ പരിപാടിയൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കാം. പോയിട്ടുണ്ട് പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് ഇപ്പോൾ നമ്മളെ വണ്ടീൻ്റെ കോലം. ഇനി ഇത് കാണാൻ പറ്റൂല. നമ്മൾ നല്ലോണം മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. ഇതാണ്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം ബസ്സിനെ. പിന്നെ ഒരു മരണമാസ ലുക്കായിരിക്കും. ഇതാണ് ഇപ്പോൾ നമ്മളെ ബസ്. ഓക്കെ, ഇനി പരിപാടി എന്ന് വെച്ചാൽ ഇവൻ്റെ ഡോഡ്ജ് പോയിട്ട് അവിടെ നിന്ന് എടുക്കണം. നമ്മുടെ അവിടെയാണ് ഉള്ളത്. നമ്മളെ ബസ് വാങ്ങി എടുത്താണുള്ളത്. ഇനി അതും എടുക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.